Each year, nature's fury puts Kerala through a severe test, with floods and landslides challenging the state government, the administration, and the resilience of its people. As the state grapples with its latest spell of floods, that test is now unfolding for the newly formed Congress government led by V.D. Satheeshan. The Chief Minister reviewed relief and rescue operations in flood-hit Pattanamthitta district on Tuesday. During the visit, he announced a first-of-its-kind disaster-resilient management system to strengthen early warning systems and improve forecasting of sudden weather changes. കാലാവസ്ഥ പ്രവചനവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള സംവിധാനങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനുള്ള തീരുമാനം നമ്മൾ ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസിലിയൻസ് സിസ്റ്റം ഉണ്ടാവും. അതും ഏറ്റവും ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ നടപ്പാക്കാനുള്ള തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കൂടുതൽ റെയിൻ ഗേജ് സ്റ്റേഷനുകൾ, അത് മാനുവലായിട്ടല്ലാത്തതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൊണ്ടുകൂടി ഈ രംഗത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന നല്ല ഏജൻസികൾ ഇപ്പോൾ കൊച്ചി സർവകലാശാല ഉൾപ്പെടെയുള്ള ഹ്യൂം സെൻറ്റർ ഉൾപ്പെടെയുള്ള നല്ല ഏജൻസികളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഫലപ്രദമായ ഒരു ക്ലൈമറ്റ് പ്രഡിക്ഷൻ കാലാവസ്ഥ നേരത്തെ തന്നെ അത് അറിഞ്ഞ് അപ്പോൾ ആ പ്രവചനത്തിൻ്റെ അത് വ്യാഖ്യാനിച്ച് കൃത്യമായിട്ടുള്ളൊരു വാർണിംഗ് സിസ്റ്റം, മുന്നറിയിപ്പ് സംവിധാനം ഏറ്റവും ഫലപ്രദമായ രീതിയിലുണ്ടാകാൻ നോക്കും. The Chief Minister also said rivers, including the Pamba, have not been desilted since 2019, contributing to the rapid rise in water levels during the recent heavy rains. He assured that desilting would be taken up on priority across the state and appealed to residents to cooperate with evacuation efforts. പമ്പ ഉൾപ്പെടെയുള്ള നദികളിലെല്ലാം അന്ന് വന്നടിഞ്ഞ മണ്ണും ഓരോ പ്രളയത്തിലും വന്നടിയുന്ന മണ്ണും നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വെള്ളം ക്യാരി ചെയ്യാനുള്ള, വെള്ളം പോകാനുള്ള സ്ഥലം വളരെ കുറവാണ്. അപ്പോൾ ഈ മണ്ണ് പെട്ടെന്ന് നീക്കം ചെയ്താൽ മാത്രമാണ്. ഇതിപ്പോൾ ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം പൊങ്ങുന്ന സ്ഥലമായി പല പ്രദേശവും മാറിയിരിക്കുകയാണ്. അപ്പോൾ പുഴയുടെ ആഴം കുറഞ്ഞിരിക്കുകയാണ്. അത് മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ അടിയന്തരമായി തന്നെ സ്വീകരിക്കും. ഇവിടെ മാത്രമല്ല, സംസ്ഥാനത്ത് ഉടനീളം സ്വീകരിക്കും. ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും അപേക്ഷ പരിഗണിച്ച് ഈ ഇവാക്യുവേഷൻ നടത്തുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന സ്ഥലത്ത് അതുമായിട്ട് പൂർണ്ണമായി സഹകരിക്കണം എന്ന് ഞാൻ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. Meanwhile, low-lying areas of Pattanamthitta continue to battle flood waters. Residents say the water level has not receded since Sunday, with intermittent rises and falls keeping them on edge. Many homes remain inundated, forcing families to take shelter in houses on higher ground. Residents say some relief camps lack adequate facilities, while others choose to stay with relatives or neighbors in the hope that the water will not rise any further. കാര്യമായിട്ടുള്ള താഴ്ചയില്ല. ഇടയ്ക്ക് ശകലം വല്ലം താഴും, പിന്നെ വീണ്ടും കൂടും. ഇപ്പം ഞായറാഴ്ച ഉച്ച മുതൽ ഒരു 12 മണിക്ക് തുടങ്ങിയതാണ് ഈ കയറ്റം. അതിനുശേഷം ഇപ്പം കുറഞ്ഞിട്ടില്ല. വെള്ളം ഇങ്ങനെ കയറി വരുവാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങത്തൊന്നുമില്ല. വെള്ളം പൊക്കം വരാതിരിക്കുമ്പോൾ പിന്നെ കുറച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും വെള്ളം. കൂടുതൽ ക്യാമ്പിലൊന്നും പോകാനുള്ളൊരു ഹോസ്പിറ്റലിനെ കൊണ്ട് പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ക്യാമ്പിലൊന്നും പോകത്തില്ല. പിന്നെ ഞങ്ങൾ മേളിലെ സ്ഥലമുണ്ട്, അവിടെ അങ്ങ് താമസിക്കും. ക്യാമ്പിലൊക്കെ സൗകര്യങ്ങൾ കുറവാണ്. അത് കാരണം വീട്ടിൽ തന്നെ തങ്ങുക. ഉത്തരത്തെ കയറ് കെട്ടിയിട്ട് അതേ കട്ടിലിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. വീട്ടിൽ ഭാര്യയും മോളും 2 കൊച്ചുമക്കളും ഉണ്ട്, മരുമോനും ഉണ്ട്. ആരും വന്നില്ല. മെമ്പർ പോലും ഒന്നും വരുമോ? മെമ്പർ വരത്തില്ല ഈ വെള്ളത്തിനകത്തൂടെ. എന്നാലും പറയാണ്, ആരും ഒന്നും വന്നിട്ടില്ല അങ്ങോട്ടൊന്നും. Panchayat representatives say evacuation remains a challenge as many residents ignore precautionary warnings and seek rescue only after flood waters have risen. They said essential supplies, including drinking water and other relief materials, are being provided to affected families.
വെള്ളപ്പൊക്ക ഭീഷണിയുടെ ഒരു ഇത് കണ്ടപ്പോൾ തന്നെ, അതിൻ്റെ ഒരു ആരംഭം കണ്ടപ്പോൾ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ നിന്നും അനൗൺസ്മെൻറ്റ് എല്ലാ വാർഡുകളിലും അനൗൺസ്മെൻറ്റൊക്കെ നടത്തിക്കൊണ്ട് നല്ലൊരു രീതിയിൽ അതിനെ മുൻകരുതലോടുകൂടി മുന്നോട്ട് പോയതാണ്. അപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ വെള്ളപ്പൊക്കം ആരംഭിക്കുമ്പോൾ ഇവർ വലുതായിട്ട് വെള്ളം കയറില്ല എന്നുള്ളൊരു ധാരണയോടുകൂടി തന്നെയാണ് വീട്ടിൽ തങ്ങുന്നത്. പക്ഷേ അമിതമായി വെള്ളം കയറി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് പിന്നീട് നമ്മൾ ഫയർ സർക്യൂട്ടിനെയൊക്കെ സഹായത്തോടുകൂടി അവരെ മാറ്റേണ്ട ഒരു സാഹചര്യം വരുന്നത് ജനപ്രതിനിധികൾക്ക് വലിയൊരു കഷ്ടപ്പാട് തന്നെയാണ്. കുടിവെള്ളവും മറ്റുള്ള അവശ്യ സാധനങ്ങളും ഒക്കെ നമ്മൾ എത്തിച്ചുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി എല്ലാവരുടെയും നേതൃത്വത്തിൽ സന്നദ്ധ സംഘടനകളും എല്ലാം നേതൃത്വത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. Flooding has inundated large parts of Kottayam district, triggering traffic congestion across several areas as vehicles remain stranded on flooded roads. Meanwhile, torrential rain continues to trigger fresh landslides in the northern districts, causing widespread disruption. In Idukki, more than 10 locations along the Thodapura-Puliyanmala State Highway were hit, with fire and rescue services and local residents working through the night to clear debris and restore traffic. In Chemman, near Ilapara, a powerful surge of mud and water swept away Thangaraj's home, burying everything the family had built over a lifetime. After nearly 30 minutes of rescue efforts, neighbors managed to pull Thangaraj and his family to safety. എന്തോ സംഭവിക്കുക, പിള്ളേരെ വിളിക്കണമെന്ന് പറഞ്ഞു. അവൻ ചാടി പിള്ളേരുടെ അടുത്ത് പോയി. എന്നെ എന്തോ ഒരു ശക്തി വന്ന് തള്ളി കട്ടിക്കല്ലോട്ട് വിട്ടു. പിന്നെ ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ തപ്പിയപ്പോഴത്തേക്ക് മൊബൈൽ കിട്ടി. അത് അടിച്ച് നോക്കുമ്പോഴത്തേക്കാണ് എല്ലാം മണ്ണ് മൂടി ഇരിക്കുക. ഞാനും മുറിക്കാത്ത അകത്തോട്ട് നിൽക്കുക. എനിക്ക് പുറത്തോട്ട് ഇറങ്ങാനും പറ്റത്തില്ല. ഭിത്തി ഇടിച്ച് എന്നെ പുറത്തെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കി വീടും എല്ലാം കൂടി ഇടിഞ്ഞ് പോകുന്നതാണ് കണ്ടത്. അതിനകത്തൊന്നുമില്ല. ഞങ്ങൾ ഇട്ടിരുന്ന് പോയിട്ടിരിക്കുന്നതൊക്കെ ഇന്നലെ വൈകിട്ട് ഓരോരുത്തർ വാങ്ങിച്ചൊന്ന് തന്ന ഡ്രസ്സാണ്. ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞാനും എൻ്റെ മുഖം ഉണ്ടാക്കിയത് കംപ്ലീറ്റ് മണ്ണിൻ്റെ അടി കിടക്കും. With monsoon rains continuing and rivers still running high, authorities have urged residents in vulnerable areas to remain vigilant. The government has announced 25,000 rupees for cleaning work in every ward and immediate financial assistance of 10,000 rupees for flood-affected families as relief and recovery efforts continue across the state.